I'm so glad to be here this morning with you all, praise the Lord. And I bring greetings from India, praise the Lord, and especially from North India. Thank you for all your prayers for our nation, India. And I would like to encourage all of you to pray for our nation, India. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പങ്കിടാൻ വേണ്ടി വേദപഠനത്തിന് വേണ്ടിയുള്ള സമയം എനിക്ക് വേണ്ടി നീക്കി വെച്ചതിന് ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വചനം പഠിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ്. എങ്കിലും ഇത് നിങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ ആദ്യത്തെ ഒരു ദിവസമായതുകൊണ്ട് വചനത്തിൽ നിന്ന് ഒരു വലിയൊരു ബൈബിൾ ക്ലാസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം പ്രൈസ് ദി ലോർഡ് അതിനുള്ള സമയവും ഇല്ല. അപ്പോൾ തന്നെ നമ്മൾ തമ്മിലൊന്നും പരിചയപ്പെട്ടിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എന്നെ പരിചയപ്പെടുത്താനും കൂടെ ചിലപ്പോൾ വന്നെങ്കിൽ, സാക്ഷ്യത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് വന്നെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം എന്നപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും എൽസിയും ഞങ്ങൾക്ക് 2 മക്കളാണ്, 2 പേരും വിവാഹിതരാണ്. ഒരേ ഒരാഗ്രഹം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കണം. ആ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൈത്താങ്ങണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പോകാം, സമയമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 34 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം. ലുക്ക് ചാപ്റ്റർ 21 വേഴ്സസ് ഫ്രം 34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വായിക്കാം. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. വീണ്ടും ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ ഒരു സന്ദേശം തളയ്ക്കുന്നുണ്ട്. ലോകത്തിൽ മുഴുവൻ ഓടി നടന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്ക് തരുന്ന അവസരങ്ങളിലും സാഹചര്യങ്ങളിലും ഞാൻ ആ സന്ദേശം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനെ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ആസ് എ ക്രിസ്ത്യൻ, ആസ് എ ബിലീവേഴ്സ്, വി നോ ദാറ്റ് അവർ ലോർഡ് ഈസ് ഗോയിങ് ടു കം. But how many of us are serious about that? നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാസ്തവം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വടക്കേന്ത്യയിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് കർത്താവിൻ്റെ ഇവിടെ ചെയ്യുകയാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് വളരെ ചെറുപ്പത്തിൽ കർത്താവിനെ കാണാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഞാൻ ആ അനുഭവങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ പമ്പാടിയിൽ മക്കൾ ഒരു കൊച്ചു കൂട്ടായ്മയുണ്ടായിരുന്നു. ഞാൻ ആദ്യം അവിടെയാണ് പോയി തുടങ്ങിയത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങളന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന അരിപ്പറമ്പിനടുത്ത സ്ഥലത്താണ്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായി അരിപ്പറമ്പിൽ അങ്ങനെ ഒരു കൂട്ടമുണ്ട്. അങ്ങനെ ഞാൻ അരിപ്പറമ്പിലെ ശാലേം IPC ചർച്ചിനുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു, അന്നും ഇന്നും. പ്രൈസ് ദി ലോർഡ്. ജർമ്മനിയുടെ പ്രൈസ് ദി ലോർഡ് വല്യപ്പച്ചനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു മിഷണറി ആകുക എന്നുള്ളത്. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ വടക്കേണ്ടിയിലേക്ക് വരാനായിട്ട് കർത്താവിനെ സഹായിച്ചു. എല്ലാം വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഇങ്ങനെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് ഞാൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വടക്കേണ്ടിയിലുള്ള ഹിന്ദി ഭാഷക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തിൽ അവരുടെ ഇടയിൽ ആത്മഭാരത്തോടെ പ്രവർത്തിക്കുന്ന
ആരുമായിട്ടെങ്കിലും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തിലാണ് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോടുള്ള ബന്ധത്തിൽ കടന്നു വരാനായിട്ട് ഇടയായത്. ആ ടീമിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ നിൽക്കുമ്പോൾ അവരെന്നെ ആ ടീമിൻ്റെ ലീഡർഷിപ്പിലേക്ക് അവരെന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ആഗ്രഹിച്ചതല്ല, എനിക്കൊരിക്കലും ഇഷ്ടമായിരുന്നതല്ല, എനിക്കത് ചെയ്യാൻ കഴിവുണ്ടോ എന്ന് എനിക്കറിയുമായിരുന്നില്ല. എന്നാൽ ദൈവം അങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ താഴ്മയോടുകൂടെ ഞാൻ അതിനു വേണ്ടി എന്നെ ഏൽപ്പിച്ചു. പക്ഷേ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇതൊരു കുറച്ച് നേരത്തേക്കാണ്, ഒരു 5 വർഷത്തേക്കാണ് എന്ന് പറഞ്ഞു. 5 വർഷം കഴിഞ്ഞ് 6-ാം വർഷത്തിലേക്ക് വന്നപ്പോൾ ഒറീസയിൽ കണ്ടമാലിൽ സംഭവിച്ച ആ സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ സംഭവം അന്ന് ഒറീസയിൽ 500-ലധികം മിഷണറി കുടുംബങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒറീസയിൽ വളരെ വേരോട്ടമുള്ളതായ ഒരു പ്രവർത്തനമായിരുന്നു. കണ്ടമാലിൽ 30-ലധികം മിഷണറി കുടുംബങ്ങൾ പ്രവർത്തിക്കുകയും പ്രൈസിലും വളരെയധികം ചർച്ചകൾ, ഓരോരുത്തർക്കും പല കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. നല്ലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ആ സംഭവത്തിൽ ചതുരക്കപ്പെട്ട വളരെ പ്രയാസത്തിലിരിക്കുന്ന ജനത്തെ കാണുവാൻ വേണ്ടി പോയി. മടങ്ങി ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ അതിശക്തമായ പനി എന്നെ ബാധിച്ചു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വന്ന മറ്റു 2 ദൈവദാസന്മാരും പനിയാൽ ബാധിതരായി. അവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് ടൈഫോയിഡും മലേറിയയുമാണെന്ന് മനസ്സിലായി. എനിക്ക് എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ തോന്നിയില്ല. വീട്ടിൽ വിശ്രമിക്കണം എന്ന് ചിന്തിച്ചു. ഞാനങ്ങനെ വിശ്രമിക്കുമ്പോൾ അതിരാവിലെ ഒരു 4 മണിയോടെ അടുത്ത സമയത്ത് എന്നിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെടുന്നത് പോലുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താണിത്? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണോ, അതോ അവിടുന്ന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ? പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു എന്നോട് ചോദിച്ചൊരു ചോദ്യം. കാരണം ഞങ്ങളെപ്പോഴും ഒരു ടാർഗറ്റ് വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും ഒരു 15,000, 14,000, 16,000 പ്രൈസിൽ ഒരു വർഷം 20,000 ഇങ്ങനെയൊക്കെ ആളുകൾ സ്നാനപ്പെട്ട് അത് വളരെ സന്തോഷമായി പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിച്ചു, ഈ സ്നാനപ്പെട്ടവരെല്ലാം, നീ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരെല്ലാം എൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ വരവിൽ അവർ കൈവിടപ്പെട്ടു പോയാൽ നിൻ്റെ അധ്വാനമെല്ലാം ഒരു വട്ടപൂജ്യമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ കർത്താവിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അന്ന് കർത്താവിൻ്റെ ഹൃദയത്തെ ഉദ്ബോധിപ്പിച്ചു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ചുമതലയിൽ നിന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ പിൻവാങ്ങുകയും കർത്താവിന് വേണ്ടി ഈ ഒരു സന്ദേശം എല്ലാവരോടും ചെന്ന് പറയണമെന്നുള്ള എൻ്റെ ഹൃദയത്തിൽ ഒരു തളയ്ക്കുന്ന ആഗ്രഹം പരിശുദ്ധാത്മാവ് ഇട്ടതിനാൽ അതിനുവേണ്ടി എന്നെ വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇളയ മോൻ പറഞ്ഞു, ഡാഡി, ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും സ്ഥാനം ഉപേക്ഷിക്കരുത്. കാരണം ഡാഡി ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഡാഡിയെ കേൾക്കാൻ ധാരാളം ജനങ്ങളുണ്ടാവും, നല്ല ക്രൗഡ് കിട്ടും, ഡാഡിക്ക് എല്ലാവരോടും പറയാം. പക്ഷേ ഇത് വിട്ട് കളഞ്ഞാൽ ഡാഡിയെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കതറിയാമായിരുന്നു. ഒരു വട്ടപൂജ്യമാകാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ദൈവശബ്ദത്തിന് മുമ്പിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇന്ന് പൽക്കാലം ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നമുക്കറിയാൻ വയ്യാത്ത കാര്യമല്ല, അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ എത്രത്തോളം അത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടു. അതേപോലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് യേശുവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെന്നത്. എടുത്തുകൊള്ളപ്പെടുന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ടതിനർത്ഥമില്ല, ആത്മീയ ജീവിതത്തിനർത്ഥമില്ല, നാം കർത്താവിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയുന്നതിനും അർത്ഥമില്ല. ആ ദിവസം, ആ നിമിഷം നമ്മൾ ഒരുക്കപ്പെട്ടവരായിരിക്കണം. ദൈവസഭയെ ഹല്ലേലൂയ എന്ന് പലകാലം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിച്ച ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ കർത്താവ് എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നാം ഒരുങ്ങണമെങ്കിൽ നമ്മൾ ചിലതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത് പോരണമെന്ന് അവിടെ പറയുന്നത്. ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഈ ഒഴിഞ്ഞു പോകേണ്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിയപ്പെടുന്നില്ലെങ്കിൽ ഇത് നമുക്കൊരു ബന്ധനമായി തീരും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളിവിടെ തളച്ചിടും, അതിവിടെ കെട്ടിയിടും.
പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഒഴിഞ്ഞു പോകേണ്ട, എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെ നാം നമ്മളോട് തന്നെ ചോദിക്കുക, പ്രൈസ് ലോർഡ്, എനിക്കെല്ലാം അറിയാം, കർത്താവിനെ അറിയാം, വചനമറിയാം, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, സ്തോത്രം. വേദപുസ്തകത്തിൽ ചിലപ്പോൾ നമുക്ക് അനേക ഭാഗങ്ങൾ മനഃപ്പാഠമായി പറയാനറിയാം. ഒരു ബൈബിൾ ക്വിസ് ഇട്ടെന്നാൽ ചിലപ്പോൾ നല്ല മാർക്കോടുകൂടെ നമുക്ക് വിജയിക്കാനായിട്ട് അറിയാം, നമുക്കെല്ലാം അറിയാം. പക്ഷേ അതല്ലല്ലോ കാര്യം. എല്ലാം അറിയുന്നതല്ല. അവനെ അറിയാമോ? യേശുവെ അറിയാമോ? അവൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ്റെ വരവിനായി ഹല്ലേലൂയ ഒരുങ്ങിയിരിക്കുന്ന ആർത്തിയുള്ള ഒരു ഹൃദയമുണ്ടോ? അവനെ കാണാൻ കൊതിക്കുന്ന, വെമ്പൽ കൊള്ളുന്ന, ഞരങ്ങുന്ന ഒരാത്മാവുള്ളിലുണ്ടോ? ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് അത്യാവശ്യം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മൾക്കൊരു ബൈബിൾ ക്വിസ് ഇടാനല്ല യേശു വരുന്നത്. നമ്മുടെ ബൈബിൾ നോളേജിനെ അളക്കാനല്ല യേശു വരുന്നത്. യേശു വരുന്നത് തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടു പോകാനാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പ്രസംഗരെ കൂട്ടാനല്ല, നല്ല ബൈബിൾ ടീച്ചേഴ്സിനെ കൂട്ടാനല്ല യേശു വരുന്നത്. യേശു വരുന്നത് ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ കൂട്ടാനാ, ഒരുങ്ങിയിരിക്കുന്ന തൻ്റെ ജനത്തെ കൂട്ടാനാ. ഹല്ലേലൂയ. ഒരുങ്ങിയിരിക്കണം, ഒരുങ്ങിയിരിക്കണം. കർത്താവ് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 24:44 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ഏത് നാഴിക വരുന്നു എന്നറിയായ കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഒഴിഞ്ഞു പോകേണ്ടതായ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. We need to escape from certain things which can bind you, which can stop you here. Hallelujah, praise the Lord. എങ്ങനെ നിങ്ങൾക്കത് ഒഴിഞ്ഞു പോകാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു എന്തൊക്കെയാണ് ഒഴിയേണ്ടത് എന്നിവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് പോകാനായിട്ട് സമയമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകണം, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാപ്തരാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഈ വായുവിലേക്ക് മുഷ്ടി ചുട്ടി എറിയുന്ന പോലല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരു ഓട്ടക്കാരനോട് തുലനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്, ഒരു ഓട്ടത്തിൽ ഓടുന്ന വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ആ ഓട്ടത്തിൽ ഓടുന്നവൻ അറിയാം, എൻ്റെ ഓട്ടത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ എൻ്റെ ഓട്ടത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഓടണം. പൗലോസ് പറയുന്നത്, നിങ്ങൾ ഓടണം. ഓടിയപ്പോരാ, ബിരുദു പ്രാപിക്കത്തക്ക നിലയിൽ ഓടണം. ബിരുദ പ്രാപിക്കുന്നില്ലെങ്കിൽ ഓട്ടത്തിന് അർത്ഥമില്ല. ഓട്ടത്തിന് ചെയ്ത അധ്വാനത്തിന് അർത്ഥമില്ല. എത്ര നേരം ഓടിയെന്ന്, എത്ര മണിക്കൂർ ഓടിയെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ആരുടെ ഒക്കെ കൂടി ഓടിയെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഓട്ടത്തിന് അർത്ഥമുണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ബിരുദ പ്രാപിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ സ്വീകരിച്ച സമയത്ത് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം, പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം, പ്രൈസ് ദി ലോർഡ്. പലതും നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. എല്ലാറ്റിനും അർത്ഥമുണ്ടാകണമെങ്കിൽ വിരുദ് പ്രാപിക്കണം. യേശുവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കണമിടയാകണം. ലക്ഷ്യം തെറ്റരുത്, ലക്ഷ്യം തെറ്റരുത്, ലക്ഷ്യം തെറ്റരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സജി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, പ്രൈസ് ദി, അദ്ദേഹം ഭയങ്കര മിടുക്കനായിരുന്നു, നല്ല ഓട്ടക്കാരൻ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടക്കാരൻ. ഓട്ടത്തിൽ അദ്ദേഹം പ്രൈസ് ദി ലോർഡ് മെഡലുകൾ വാങ്ങിക്കൂട്ടി. പ്രൈസ് ദി ലോർഡ്. പല ഓട്ടത്തിൽ വിജയിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ വേക്കൻസിയിൽ സെലക്ഷൻ നടക്കുന്നു. അദ്ദേഹം അപ്ലൈ ചെയ്തു, അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ഒരു സ്റ്റേഷൻ്റെ ഇൻചാർജായിട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ചാർജ് എടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം തൻ്റെ ബൈക്കിൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇഫ് എനിബഡി ഈസ് ദെയർ, യു cannot അണ്ടർസ്റ്റാൻഡ് മലയാളം? ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Saji was an athlete. He got so many medals because he won many races. Praise the Lord. And as he was coming to his police station where he was in charge of, he saw a crowd. Praise the Lord. ജനങ്ങളെല്ലാം കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നു. Young girl,
what happened? And somebody said, see, hallelujah. So he stealed my chain. And that fellow was running. ഒരു കള്ളൻ ചെയിൻ പൊട്ടിച്ചിട്ട് ഓടുകയാണ് ഒരാളുടെ. So everybody was shouting, stop him. അവനെ പിടിക്കേ. But nobody was able to run after him, chase after him. Everybody was looking around and standing there. എല്ലാവരും ഇങ്ങനെ പകച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സജി അവിടേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് സജിയിലെ ആ ഓട്ടക്കാരനുണ്ടല്ലോ, അത്ലറ്റ്, ഹല്ലേലൂയ, അവനങ്ങോട്ട് എഴുന്നേറ്റു. സജി സ്റ്റാർട്ട് റണ്ണിങ്. He was chasing after that thief. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പറഞ്ഞപ്പോൾ സജി അവനെ പിടിക്കും. ഇതാ അവൻ അടുത്തടുത്ത് വരുന്നു. He was about to catch him up. Praise the Lord. അടുത്തടുത്ത് വരുന്നു. Praise the Lord. ഹല്ലേലൂയ. അങ്ങനെ കള്ളൻ്റെ അടുത്ത് ചെന്നിട്ട് കള്ളനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സജി ഓടി. എന്നിട്ട് 2 കൈയും പിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ചേ. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെ ആയി പോകുന്നുണ്ട്. എന്താ വാസ്തവത്തിൽ നമുക്ക് നേടേണ്ടത്? എന്താ നമുക്ക് വാസ്തവത്തിൽ പ്രാപിക്കേണ്ടത്? എന്താണ് ആത്മീയത? എന്താണ് ആത്മീയ ജീവിതം കൊണ്ട് നേടേണ്ടത്? എന്താണ് ക്രിസ്ത്യൻ ലൈഫ്? ആ ജീവിതം കൊണ്ട് നേടേണ്ടത് എന്താണ്? ചിലപ്പോൾ നമ്മളതങ്ങ് മറന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മൾ പലതും നേടി, പലതും കിട്ടി, ദൈവം എന്നെ മാനിച്ചു, ഇത്രത്തോളം ഉയർത്തി, എല്ലാം ശരിയാ. പക്ഷെ അതാണോ നമ്മുടെ ലക്ഷ്യം? ഇവിടാണോ നമ്മുടെ ലക്ഷ്യം? ഓ അല്ല. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നമ്മളത് കാത്തിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് നമ്മുടെ രക്ഷിതാവായ യേശു വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കത്തേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തും. ആ നല്ല നാളിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല പ്രിയപ്പെട്ടവരെ. കളയാനുള്ളത്, ഇട്ടിട്ട് പോകാനുള്ളത്, വലിച്ചെറിയാനുള്ളത്, അതൊന്നും നേട്ടങ്ങളല്ല. നേട്ടം എന്നുള്ളത് നമ്മൾ പ്രാപിക്കാൻ പോകുന്നതേയുള്ളൂ. നിത്യതയാണ് നമുക്ക് ലക്ഷ്യമായിട്ടുള്ളത്. കർത്താവാണ് നമുക്കെല്ലാം. അവൻ്റെ വരവാണ് നമ്മുടെ ലക്ഷ്യം. ആ വരവിനായി നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടത്, യു നീഡ് ടു ബി ഏബിൾ ടു സ്റ്റാൻഡ് ബിഫോർ ദ സൺ ഓഫ് മാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യാനാ പറഞ്ഞത്? പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യത്തിലൂന്നിയുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം. Praise the Lord. Our prayer should be focused. Praise the Lord, on our destination. Hallelujah. Where are we heading to? We must know that. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾക്കത് മനസ്സിലാക്കണം. Hallelujah. Praise the Lord. നമുക്ക് എവിടെയാണ് എത്തേണ്ടത് നാം അത് മനസ്സിലാക്കണം. നമ്മുടെ prayer life അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നുണ്ട് 4-ാമത്തെ അധ്യായത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ വല്ലാത്ത പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ വല്ലാത്ത പ്രാർത്ഥനയാ. കാരണം നിങ്ങളുടെ ഭോഗയിച്ചകൾ ചെലവിടേണ്ടതിന് വേണ്ടി നിങ്ങൾ യാചിക്കുന്നുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ലോകസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയുടെ ഗതി തെറ്റിപ്പോകും. പിന്നെ എനിക്ക് അതും വേണം, ഇതും വേണം, അതും കിട്ടണം, ഇതും കിട്ടണം, അതാകണം, ഇതാകണം എന്നുള്ളതായിരിക്കുന്ന ഫോക്കസിലേക്ക് നമ്മളെ വരും. ഇത് പിശാചിൻ്റെ കെണിയാണ് പ്രിയപ്പെട്ടവരെ, കെണിയാണ്. ആ കെണിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. ആ കെണിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അത് നമ്മളെ ബന്ധിക്കാൻ പാടില്ല. ഈ ലോകം നമ്മളെ ആകർഷിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഈ ലോകം നമ്മളെ ആകർഷിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു കെണിയാണ് പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് വിടുതൽ വേണം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നതിന് പ്രൈസ് ദി ലോർഡ് നമ്മളെ സഹായിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളാകട്ടെ, നമ്മുടെ ആരാധനയാകട്ടെ, നമ്മുടെ ബൈബിൾ സ്റ്റഡി ആകട്ടെ, നമ്മുടെ കൺവെൻഷൻ ആകട്ടെ, നമ്മുടെ ഇവാഞ്ചലിസം ആകട്ടെ, നമ്മുടെ ചാരിറ്റി ആകട്ടെ, ഏത് പ്രവർത്തനവും ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാകണം. അതിനായി എന്നെ ഒരുക്കുവാൻ, അതിനായി മറ്റുള്ളവരെ ഒരുക്കുവാൻ, അതിനായി മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, അവരെ നേടുവാൻ. എന്തിനു വേണ്ടി നേടണം? എൻ്റെ സഭ നിറയ്ക്കാൻ വേണ്ടിയല്ല, എൻ്റെ ഹാള് നിറയ്ക്കാൻ വേണ്ടിയല്ല, സ്വർഗം നിറയ്ക്കാൻ വേണ്ടി. ഓ ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ കാണപ്പെടേണ്ടതിന്, അവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിച്ച് കർത്താവിനോടുകൂടെ വാഴുന്ന ആ സുദിനത്തിൽ അവർ ഉണ്ടായിരിക്കേണ്ടതിന്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇവാഞ്ചലിസം പോലും അതിനെ ഫോക്കസ് ചെയ്തായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം പറയുന്നുണ്ടെന്ന ഒരു സംതൃപ്തിക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യരുത്, സുവിശേഷ വേല ചെയ്യരുത്. ഹല്ലേലൂയ. ലക്ഷ്യം വിട്ടുള്ള യാതൊരു പ്രവർത്തനവും ഫലവത്താകത്തില്ല. ലക്ഷ്യം വിട്ടുള്ള യാതൊരു പ്രവർത്തനവും ദൈവത്തിന് മുമ്പിൽ അംഗീകാരയോഗ്യമായിരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. എല്ലാം ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ, ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ, ക്രിസ്തുവിനുള്ള ഭക്തിയിൽ, ക്രിസ്തുവിനുള്ള സമർപ്പണത്തിൽ, എല്ലാം ക്രിസ്തുവിന് വേണ്ടി മാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണെന്നുള്ളത് ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചത്. ആ ഓർത്തഡോക്സ് കുടുംബത്തിൽ പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ അടുത്തുള്ള ആ ഓർത്തഡോക്സ് പള്ളിയിൽ ഞാൻ പോകുമ്പോൾ 1ാം ക്ലാസ്സിൽ എന്നെ സ്കൂളിൽ ചേർത്തു. 1ാം ക്ലാസ്സിൽ തന്നെ സൺഡേ സ്കൂളിൽ ചേർത്തു. പ്രൈസ് ദി ലോർഡ്. 5 വയസ്സ് പ്രായം. അതിനുശേഷം സംഭവിച്ച ഒരു സംഭവമാണ്. കൃത്യമായി എനിക്ക് പ്രായം പറയാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനൊരു സൺഡേ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ആ സൺഡേ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ളതായിരിക്കുന്ന ഒരു മുറിയിൽ കുറച്ച് സഹോദരിമാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ നടുവിൽ ജന്മന അന്ധനായ ഒരു ദൈവദാസൻ അവരോട് ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതെന്നെ ആകർഷിച്ചു. ആ കൊച്ചു പ്രായത്തിൽ ഞാൻ അവിടെ നിന്നു, ഞാനത് കേട്ടു. അവിടെ ഇരുന്ന ആൻറ്റിമാർക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഉൾക്കണ്ണുകളെ പരിശുദ്ധാത്മാവെന്ന് തുറന്നു, പരിശുദ്ധാത്മാവെന്ന് തുറന്നു. അന്ന് എനിക്ക് ആദ്യമായി ഒരു റെവലേഷൻ കിട്ടുകയാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന 2 വെളിപ്പാട് ഇതായിരുന്നു. ഒന്നാമത്തെ വെളിപ്പാട്, എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ പിതാവാണെന്ന്, എൻ്റെ പിതാവാണെന്ന്. അതെൻ്റെ ജീവിതത്തെ മാറ്റി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ പിതാവാണ്. എനിക്ക് വിവരിക്കാൻ സമയമില്ല. രണ്ടാമത് എനിക്ക് മനസ്സിലായത്, ഈ അപ്പച്ചനോട് സംസാരിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന മറ്റൊന്നുമല്ല. പ്രാർത്ഥന എൻ്റെ പിതാവിനോട് ഞാൻ സംസാരിക്കുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അപ്പച്ചനോട് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്ത് വീട്ടിലെത്തി. പിറ്റേ ദിവസം മുതൽ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഹല്ലേലൂയ, അപ്പച്ചനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ കണ്ടുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു മുറിയുടെ മൂലയിൽ പോയിരുന്ന് ഞാൻ മുട്ടുകൾ മടക്കി ഈ അപ്പച്ചനോട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഞാൻ സംസാരിച്ച് വരുമ്പോഴാണ് എൻ്റെ ഒരു അങ്കിൾ വീട്ടിൽ വരുന്നത്. അദ്ദേഹം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അനുഭവത്തെക്കുറിച്ച് പങ്കിടുന്നത്. ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു, എനിക്കിത് വേണം, എനിക്കിത് വേണം. എനിക്കറിയില്ല അങ്ങനെയുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയുടെ അടുത്തേക്ക് കൂടി, അമ്മ ഈ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അന്യഭാഷ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടോ? നമുക്കറിയാമോ? അമ്മയ്ക്കറിയാമോ? അമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ കുടുംബ വീട് മക്കള് പ്രൈസറൊരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. നിന്റെ പിതാവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിതാവ് അനുവദിച്ചു. ആദ്യമായിട്ട് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ, വാഞ്ചയോടുകൂടെ. പക്ഷേ അമ്മേനോട് പറഞ്ഞു, മോനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അനുവാദം കിട്ടി, ശരിയാണ്. ഇനിയും അപ്പൻ വണ്ടിക്കൂലി തന്നെങ്കിലേ പറ്റത്തുള്ളൂ. 2 വണ്ടി അതേ മാറി പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ
അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അപ്പം അല്ലാതെ എന്താ വഴി? ഹല്ലേലൂയ, നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെസ്, ഞാൻ നടക്കാം. പ്രൈസ് ദി ലോർഡ്, ഞാൻ നടക്കാം. ഹല്ലേലൂയ. അമ്മയോട് ഒരുമിച്ച് നടന്നുപോയി. ഏതാണ്ട് 1 മണിക്കൂർ നടക്കണമായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് അവിടെ എത്തുന്നതിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. നടന്നുപോയി. അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു അപ്പച്ചനായതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു, മോനെ നീ തിരിച്ച് വണ്ടിക്ക് പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ബസ്സിന് പോയാൽ മതി. വണ്ടിക്കൂലി എടുത്ത് കയ്യിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ ഞായറാഴ്ചയും വണ്ടിക്കൂലി തരും. ആ വണ്ടിക്കൂലി എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, നമുക്ക് നടക്കാം. അമ്മ ചോദിച്ചു, എന്തിനാ വണ്ടിക്കൂലി ഉള്ളപ്പോൾ നമ്മൾ നടക്കുന്നതേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വാങ്ങണം. ആദ്യമായി പ്രൈസ് ദി ലോർഡ് ഒരു 15 രൂപ ഒത്തപ്പോൾ ഞാനൊരു ബൈബിൾ സ്വന്തമാക്കി. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ എൻ്റെ പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങളെ നോക്കി പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, അന്ന് എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമായി പോയി. എൻ്റെ സകല സന്തോഷത്തിൻ്റെയും കാരണം അതാണ്. എൻ്റെ ആനന്ദത്തിൻ്റെ കാരണം അതാണ്. യേശു ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കർത്താവ് വരുന്നത് ആ ദിവസം എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് പലകാലം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ആ ദിവസത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന ഗതി മാറിപ്പോകല്ലേ, ഉപവാസം ഗതി മാറിപ്പോകല്ലേ, പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ, അതല്ല ഇവിടെ ആവശ്യം. നിങ്ങളെ വിട്ടുകൊടുത്തുള്ള പ്രാർത്ഥന, നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുള്ള പ്രാർത്ഥന, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുള്ള പ്രാർത്ഥന, ദൈവ ഇഷ്ടം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യേണ്ടതിന് വേണ്ടി ഈ കൊച്ചായുസ് യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ അർപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ കൂട്ടങ്ങൾ ഹല്ലേലൂയ ആ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കട്ടെ. നമ്മുടെ ജീവിതം ആ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കട്ടെ. ആ പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം ത്തോടുകൂടി ആയിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി കർത്താവിൻ്റെ വരവ് തന്നെ നമുക്കായിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് സദാകാലവും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന ജീവശ്വാസമാണ്. ശ്വാസം നിന്നാൽ ജീവനില്ല. പ്രാർത്ഥന നിന്നാൽ ആത്മീയ ജീവിതം നിലയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് ആത്മീയ ജീവിതം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾ. എല്ലാത്തിൻ്റെയും അടിത്തറ പ്രാർത്ഥനയാണ്. Prayer is the foundation of Christian life. Prayer is the foundation of our Christian ministry. Prayer is the foundation of everything. Praise the Lord. Hallelujah. The more you pray, more you will experience God in your life. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ദൈവത്തെ അനുഭവിക്കും. Because that's your conversation with your Father, your Heavenly Father. നിങ്ങളുടെ സ്വർഗീയ പിതാവിനോടുള്ള നിങ്ങളുടെ സംസാരമാണ്. ദൈവത്തെ നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ഒന്നും പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 10 പേര് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് അറിയണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. തെറ്റിപ്പോയി. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ ജൽപ്പനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരിങ്ങനെ ജൽപ്പനം ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും തങ്ങളെ ആവശ്യങ്ങൾ നടക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയും ആകരുത്. കാരണം നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെപ്പോഴും പ്രൈസ് ദി ലോർഡ് കപടഭക്തിക്കാർ അവരുടെ ഭക്തി വെളിവാക്കാനുള്ള ഒരു ഉപാധിയായി പ്രാർത്ഥനയെ കാണുമ്പോൾ, ജാതികൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയായി പ്രാർത്ഥനയെ കാണുമ്പോൾ, നമുക്കതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീഡ് ബേസ്ഡ് പ്രയർ അല്ല. ഹല്ലേലൂയ. കിങ്ഡം ഫോക്കസ്ഡ് പ്രയർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അറയിൽ കടക്കുക. പ്രൈസ് ദി ലോർഡ്. വാതിൽ എന്ത് ചെയ്യുക? ഷട്ട് ഡൗൺ ദ ഡോർ. ഹല്ലേലൂയ. Praise the Lord. When you shut down the door, praise the Lord, in the room, you and your God only there. Praise the Lord. Nobody else.
Nobody else. Nobody else. Hallelujah. ഞാനും എൻ്റെ ദൈവവും. ഞാനും എൻ്റെ ദൈവവും. Hallelujah. That's a secret time with my God. That's a personal time with my God. എൻ്റെ ദൈവത്തോടു കൂടിയുള്ള എൻ്റെ വ്യക്തിപരമായ സമയമാണത്. വ്യക്തിപരമായ സമയമാണത്. ഹല്ലേലൂയ. അത് കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും, അത് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും, അത് 10,000 ജനങ്ങളുടെ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചെന്നാലും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എൻ്റെ ദൈവവുമാണ്. ഞാനും എൻ്റെ ദൈവവുമാണ്. ഞാനും എൻ്റെ ദൈവവുമാണ്. ഹല്ലേലൂയ. ഞാനൊരു ദിവസം ഇങ്ങനെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം ഇങ്ങനെ ആ ദൈവസാന്നിധ്യം അനുഭവിച്ച് ഇങ്ങനെ കരഞ്ഞ്, അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാൾ വന്നിട്ട് ഈ ഓരോരുത്തരെ കരയുന്ന ഓരോരുത്തരെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ഹല്ലേലൂയ. അത് അവരുടെ രഹസ്യ സമയമാണ് ദൈവവുമായി സംസാരിക്കുന്നതിന്. അതിനെ നിങ്ങൾ ഒപ്പിയെടുത്താൽ എങ്ങനെ ഒക്കുന്നേ? ഹല്ലേലൂയ. നിങ്ങൾക്കത് ഒപ്പിയെടുക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞെന്നിരിക്കും, ചിരിച്ചെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. പല വ്യവഹാരങ്ങളുണ്ടായെന്ന് വരും. കാരണം തൻ്റെ അപ്പച്ചനോട് സംസാരിക്കുന്ന സമയമാണ് അത്. അവരും അവരുടെ ദൈവവുമായിട്ടുള്ള സമയമാണ്. അതിനകത്ത് നിങ്ങൾ കയറരുത്, വീഡിയോ കയറരുത്, ആരും കയറരുത്. അതെന്റെ മിനിസ്ട്രിയുടെ സക്സസ് അല്ല, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലകാലം ആ ദൈവ സാന്നിധ്യത്തെ ഫീൽ ചെയ്യുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. 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 You can enjoy your God wherever you are. Hallelujah. Even in the midst of, hallelujah, millions and millions of people, still you can enjoy your God. Hallelujah. Praise the Lord. That is your personal time with your God. ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന സമയമാണത്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് പ്രാർത്ഥന എൻജോയബിൾ ആകുന്നത്. പലർക്കും പ്രാർത്ഥന ബോറിംഗ് ആണ്. അയ്യോ, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും യേശുവിനെ എൻജോയ് ചെയ്താൽ, ഹല്ലേലൂയ, ആ രൂപാന്തര മലയിൽ യേശു രൂപാന്തരപ്പെട്ടതായിരിക്കുന്ന മലയിൽ പ്രൈസ് ദി ലോർഡ് എന്താ സംഭവിച്ചത്? പത്രോസും അവരൊക്കെ എന്താ പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. മോശ ദൈവത്തോടുകൂടെ 40 ദിവസം ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല മോശ പറഞ്ഞു കാണുക, കർത്താവേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു കാണുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 ദിവസം കഴിഞ്ഞപ്പം പറയാ, ഇവിടെ ഇരിക്കുന്ന നല്ലത്. ശരിക്കും പ്രാർത്ഥനയിൽ ദൈവത്തെ എൻജോയ് ചെയ്താൽ, ശരിക്കും പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യത്തെ എൻജോയ് ചെയ്താൽ, ഞാൻ പറയട്ടെ, നമുക്ക് വിട്ടുപോകാൻ മനസ്സുണ്ടാവത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് പ്രയറാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്പോർട്സ് കണ്ട് എനിക്ക് അതുപോലെ ആനന്ദിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സീരിയൽ കണ്ട് എനിക്ക് ആനന്ദിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ബോറടിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഏറ്റവും സന്തോഷം പകർന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. ഇന്ന് പലകാലം ദൈവത്തിന് സ്തോത്രം. ആ ദൈവസന്നിധി ആസ്വദിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, അപ്പാ നിന്റെ സന്നിധി, നിന്റെ സന്നിധി, ഓ സ്തോത്രം, നിന്റെ സാന്നിധ്യം, ഓ നമ്മൾ ദൈവത്തെ എൻജോയ് ചെയ്യണം, ദൈവത്തെ ആസ്വദിക്കണം, അവൻ്റെ സാന്നിധ്യത്തെ ആസ്വദിക്കണം, അവൻ്റെ സ്നേഹത്തിൻ്റെ പകർച്ച അനുഭവിക്കണം. ഓ സ്തോത്രം. നമ്മൾ നമ്മുടെ കഷ്ടങ്ങളെ മറക്കും, ദുഃഖങ്ങളെ മറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം മറക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ വേദനകളും മറക്കും, എല്ലാ വേദനകളും മറക്കും. ഓ സ്തോത്രം, 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 സ്തോത്രം. പൗലൂസിനും ശീലാസിനും ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, അവർ കാരാഗ്രഹമല്ല അനുഭവിച്ചത്, അവർ സ്വർഗമാണ് അനുഭവിച്ചത്. അവർ കാരാഗ്രഹമല്ല അനുഭവിച്ചത്, അവർ സ്വർഗമാണ് അനുഭവിച്ചത്. ഓ ഹല്ലേലൂയ. അനാവശ്യമായി ധാരാളം അടി അവർ കൊണ്ടു. അവരുടെ ശരീരമെല്ലാം വിണ്ടു കീറിയിരുന്നു, രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പാതിരാത്രിക്ക് അവരുടെ ശരീരം വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപമാനം അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ, നിന്നെ അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ. എന്നാൽ അവർ പാട്ടുപാടി, അവർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ സ്വർഗം അവിടെ ഇറങ്ങി വന്നു. സ്വർഗം ഇറങ്ങി വന്നപ്പോൾ പിന്നെ അവർ അനുഭവിച്ചത് വേദനയല്ല, പിന്നെ അവർ അനുഭവിച്ചത് നിന്ദയല്ല, പിന്നെ അവർ അനുഭവിച്ചത് ബന്ധനമല്ല, പിന്നെ അവർ അനുഭവിച്ചത് കാരാഗ്രഹമല്ല. അവർ അനുഭവിച്ചത് സ്വാതന്ത്ര്യമായിരുന്നു, അവർ അനുഭവിച്ചത് സന്തോഷമായിരുന്നു, അവരനുഭവിച്ചത് സ്വർഗമായിരുന്നു, അവരനുഭവിച്ചത് അവരുടെ കർത്താവിനെ ആയിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന പ്രിയപ്പെട്ടവർ ഒരു വലിയ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം.
എവിടെ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടോ അവിടെ ഉണർവുണ്ടായിട്ടുണ്ട്. വെയിൽസിൽ ഉണർവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രാർത്ഥനയുണ്ട്. പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് ഇവിടെ അമേരിക്കയിൽ നിന്ന് ആരംഭിച്ചെങ്കിൽ അതിന് പിന്നിൽ പ്രാർത്ഥനയുണ്ട്. എവിടെയും പ്രാർത്ഥനയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. പ്രാർത്ഥനയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥനയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലൊരു വളർച്ച നമുക്കുണ്ടാകട്ടെ, പ്രാർത്ഥനയിലൊരു വർധനവ് നമുക്കുണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പറയാ ഹല്ലേലൂയ പോരാ, ഇനിയും കുറച്ചുകൂടി എനിക്ക് പ്രാർത്ഥിക്കണം, കുറച്ചുകൂടി എനിക്ക് പ്രാർത്ഥിക്കണം. പൗലോസ് എന്താ വിശ്വസിച്ചത്? തൻ്റെ മരണശേഷമേ കർത്താവ് വരുമെന്നല്ല. പൗലോസ് വിശ്വസിച്ചത് താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് വരുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. താൻ പോഷനായതുകൊണ്ടല്ല വിശ്വസിച്ചത്, താൻ ബുദ്ധിമാനായതുകൊണ്ട്, വെളിപ്പാടുള്ളവനായിരുന്നതുകൊണ്ട്, ഉണർത്തപ്പെട്ടവനായതുകൊണ്ട്. ഒരു ദൈവത്തിൻ്റെ പൈതൽ നാളെ അല്ല യേശുവിനെ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതൽ ഇന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതൽ ഇപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് യേശു വരും, ഇന്ന് പകൽ യേശു വരും. ഹല്ലേലൂയ. ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുമ്പോൾ ഇന്ന് യേശു വരും. എന്നും യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന, വഴി നോക്കിയിരിക്കുന്ന, അവൻ വരുന്നുവോ എന്ന് കാതോർത്തിരിക്കുന്ന, ആ അലർട്ടായിട്ടിരിക്കുന്ന, അതിനാണ് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത്. ആ ഉണർവോടുകൂടെ കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വരവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതം ജീവിക്കണം. ലക്ഷ്യം തെറ്റാതെ നമുക്ക് മുമ്പോട്ട് ഓടണം. നമ്മുടെ കർത്താവ് വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ, ഷഡുഷടെ പറന്നുയരുന്ന, പ്രാക്കൾ കണക്കെ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. നമുക്ക് പാടാൻ കഴിയണം. പേർ വിളിക്കുമ്പോൾ എൻ്റെ പേരും കാണും നിശ്ചയം, കാണും നിശ്ചയം. ആ പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ, കണ്ണുകൾ മൂടിക്കൊണ്ടെന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ, വായ് തുറന്നൊന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശു വരാറായി, എൻ്റെ കർത്താവ് വരാറായി. ആ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Our Jesus is going to come. He is going to come very soon, very soon. Whether you believe it or not, that is the truth. He is going to come. He is going to come. His disciples, apostles, they believed the truth. They preached and they were prepared enough to meet their God. Hallelujah. അവരുടെ ദൈവത്തെ എതിരേൽപ്പാൻ വേണ്ടി അവരൊരുക്കത്തോടെ കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ. Hallelujah. What about you? What about you? How serious you are about his coming? Hallelujah. അവന്റെ വരവിന് വേണ്ടി നിങ്ങൾ എത്ര ഹല്ലേലൂയ ഗൗരവമായിട്ട് എടുക്കുന്നു, എത്ര ഗൗരവമുള്ളവരായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 മിനിറ്റ് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. 10 കന്യകമാർ, 10 കന്യകമാർ, 10 കന്യകമാരെ നോക്കിക്കേ. 10 കന്യകമാരല്ലേ? 10 കന്യകമാരാ. ഹല്ലേലൂയ. വിശുദ്ധരല്ലേ? വിശുദ്ധരാ. നിർമ്മലരല്ലേ? നിർമ്മലരാ. 10 പേരും നല്ല വസ്ത്രം ധരിച്ചിട്ടില്ലേ? നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. 10 പേരും നന്നായിട്ട് തലമുടി അലങ്കരിച്ചിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. 10 പേരുടെ കയ്യിലും വിളക്കില്ലേ? വിളക്കുണ്ട്. ഹല്ലേലൂയ. 10 പേർക്കും എണ്ണ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്നാൽ 5 പേർ പറഞ്ഞു ഈ എണ്ണ തീരാൻ സാധ്യതയുണ്ട്, തീരാൻ സാധ്യതയുണ്ട്, തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു മുൻകരുതൽ ആവശ്യമാണ്, ഒരു മുൻകരുതൽ ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് കുപ്പിയിൽ എണ്ണ എടുക്കണം. തീർന്നു പോയാൽ ഒഴിക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരുക്കം ആവശ്യമാണ്, ഒരുക്കം ആവശ്യമാണ്, പ്രിപ്പറേഷൻ ആവശ്യമാണ്, മുൻകരുതൽ, പ്രിക്കോഷൻ ആവശ്യമാണ്. പ്രിപ്പറേഷനും പ്രിക്കോഷനും ഉണ്ടായിരിക്കണം. പ്രിക്കോഷൻ ഇല്ലാത്തത് പ്രിപ്പറേഷൻ ആവുന്നില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അതുകൊണ്ട് മുൻകരുതൽ ആവശ്യമാണ്. ഹല്ലേലൂയ. ആ മുൻകരുതലെടുത്ത് ഒരുങ്ങിയിരുന്നവർ അവരെ ബുദ്ധിയുള്ളവർ എന്ന് എൻ്റെ യേശു പറഞ്ഞു. എന്നാൽ ഒരുങ്ങിയിരുന്നു, പക്ഷേ പ്രിക്കോഷൻ ഉണ്ടായിരുന്നില്ല, മുൻകരുതൽ ഉണ്ടായിരുന്നില്ല. അവരെ ബുദ്ധി കെട്ടവരെന്ന് എൻ്റെ യേശു പറഞ്ഞു. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടയ്ക്കാം. ഗ്ലോറി, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടയ്ക്കാം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, മുൻകരുതലുള്ളവനായി ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ പിന്മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നത് പോലെ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന്
ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്ന മുൻകരുതൽ, മുൻകരുതൽ. ആത്മീയ ജീവിതത്തിന് തളർച്ച വരാതെ, പിന്മാറ്റം വരാതെ, ഉണർവ് നഷ്ടപ്പെടാതെ, പ്രാർത്ഥനാ ജീവിതം ഇടിഞ്ഞു പോകാതെ, തകർന്നു പോകാതെ, കർത്താവിൻ്റെ വരവിലുള്ള പ്രത്യാശ കുറഞ്ഞു പോകാതെ, ദൈവ സ്നേഹത്തിന് കുറവ് സംഭവിക്കാതെ, സഹോദര സ്നേഹത്തിന് കുറവ് സംഭവിക്കാതെ, ഹല്ലേലൂയ, ഉണർന്നിരിക്കാനുള്ള ഒരു തീരുമാനം, അതിനുവേണ്ടി ഒരു സമർപ്പണം. സ്വർഗീയ പിതാവേ, ഇന്ന് പൽക്കാലം ഈ പ്രിയപ്പെട്ട ചർച്ചിൽ കടന്നു വരുവാനായിട്ട് അവിടുന്ന് അനുവദിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി. ഞാനത് ചിന്തിച്ചതല്ല, എന്നാൽ നിന്റെ പദ്ധതി പ്രകാരം ഇന്ന് രാവിലെ ഇവിടെ നിർത്തിയതിനായി നന്ദി. അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാർ ഈ സമയം എനിക്ക് അനുവദിച്ചു തന്നപ്പാ, അതിനായിട്ട് നന്ദിയപ്പാ. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. ഈ വിലയേറിയ ചർച്ചിനായിട്ട് സ്തോത്രം. എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് തരുന്നപ്പച്ച, ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ വരവിനായി ഒരുങ്ങിയിരുപ്പാനുള്ള കൃപ 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 ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ വരവിനായി ആർത്തിയോടെ ഇരിക്കാൻ, കൊതിയോടെ ഇരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.